ഓം നമഃശിവായ. ഞങ്ങളുടെ 2023 കേദാർനാഥ് യാത്രയുടെ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 12,000 അടി ഉയരത്തിലാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. ശങ്കരാചാര്യരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ഗൗരികുണ്ടിൽ നിന്നും 22 കിലോമീറ്റർ നടന്നാണ് ഇവിടെ എത്തുന്നത്. കുതിരപ്പുറത്തും യാത്രയുണ്ട്. മാസമാണ് ഇവിടെ സഞ്ചാരികൾക്ക് ദർശനമുള്ളത്. അത് കഴിഞ്ഞ് മഞ്ഞ് മൂടിക്കിടക്കും. ക്ഷേത്രം അടയ്ക്കുകയും ചെയ്യും. 1000 വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ശിലകൾ കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും മഞ്ഞ് മൂടിക്കിടക്കുന്നു. മലനിരകളാൽ ചുറ്റപ്പെട്ടതാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഹിമാലയ പർവ്വതം നന്നായി കാണാൻ പറ്റും. പ്രളയത്തിന് ശേഷം താൽക്കാലികമായി നിർമ്മിച്ച പാതയാണിത്. ക്ഷേത്രം പ്രളയ സമയത്ത് ഒരു വലിയ പാറ വന്ന് ക്ഷേത്രത്തിൻ്റെ പുറകിൽ വന്ന് സംരക്ഷണമായി നിന്ന് പ്രളയത്തിൽ നിന്ന് ക്ഷേത്രത്തെ സംരക്ഷിച്ചു. ഗൗരികുണ്ടിൽ നിന്ന് വെളുപ്പിന് 3 മണിക്ക് ട്രക്കിംഗ് ആരംഭിച്ചു. ഏകദേശം വൈകുന്നേരം 4 മണിയോടുകൂടി മലമുകളിലുള്ള ക്ഷേത്രത്തിന് സമീപമെത്തി. അവിടെ ഒരു ടെൻറ്റിലാണ് താമസിച്ചത്. താൽക്കാലികമായി നിർമ്മിക്കുന്ന ടെൻറ്റാണത്. ഈ കാണുന്ന ഹിമാലയത്തിൻ്റെ വിഷ്വലാണ് കാണുന്നത്. മുകളിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നത്. രാവിലെയാണ് ഞങ്ങൾ ക്ഷേത്രത്തിന് ദർശനം നടത്തിയത്. നന്ദിയുടെ പുറം പോലെയാണ് ശിവലിംഗത്തിൻ്റെ ആകൃതി. അകത്തിരുന്ന് ജപിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ക്ഷേത്രത്തിന് മുമ്പിലായി തന്നെ ഒരു നന്ദി പ്രതിഷ്ഠയുണ്ട്. നൂറ്റാണ്ടുകളായി കെടാതെ സൂക്ഷിക്കുന്ന ഒരു ജ്യോതി ഇവിടെയുണ്ട്. മഞ്ഞുകാലത്തും ഇത് കെടാതെ സൂക്ഷിക്കുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തം പൂജാരിമാർക്കാണ് ഉള്ളത്. മലമുകളിൽ നിന്ന് വരുന്ന അരുവികൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓഗസ്റ്റ് മാസമായതുകൊണ്ട് പച്ചപ്പ് മഞ്ഞുകൾ ചെറുതായിട്ടേ മഞ്ഞ് മൂടിയിട്ടുള്ളൂ. ഇപ്പോൾ മഴയാണ് ഫുൾ ടൈം. എല്ലാവരും റെയിൻകോട്ട് ഉപയോഗിച്ചാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ രാവിലെ മഴ നിന്നിരിക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് സുഖമായി വെളിയിൽ നിന്ന് നല്ലവണ്ണം പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. വിശ്രമിക്കുവാനും സാധിക്കുന്നുണ്ട്. നന്ദിയുടെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത്. ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ച് ഞങ്ങൾ കേദാർനാഥിൽ നിന്ന് തിരിച്ച് മലയിറങ്ങുകയാണ്. തിരിച്ച് മോളെ ട്രോളിയിലാണ് അയച്ചത്.